بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. കമൻറ്റുകളിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ പ്രയാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു തന്ന ഈ ജീവിതം കൊണ്ട് റബ്ബിനിഷ്ടമാകുന്ന ഒരു ജീവിതം നയിക്കണമെന്നത് നമ്മുടെ മേൽ ബാധ്യതയാണ്. പരിമിതമായ ആയുസ് നാം പരമാവധി ഉപയോഗപ്പെടുത്തണം. ഊണും ഉറക്കവുമൊക്കെ ഒരു അമലാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമം നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉറക്കം എന്നുള്ളത്. ഉറക്കവും ഉണർച്ചയുമൊക്കെ ഒരു പ്രതിഫലാർഹമായ അമലായി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുന്നതാണ്. നമുക്കറിയാം, ഉറക്കം മനുഷ്യന് അനിവാര്യമാണ്. കാരണം ഉറക്കമില്ലായ്മ മനുഷ്യനെ രോഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. ശരീരത്തിന് റാഹത്ത് ലഭിക്കുന്നത് ഉറക്കത്തിലൂടെയാണ് എന്ന് ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കി തന്നില്ലയോ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. അപ്പോൾ റബ്ബ് വിശ്രമമായി നൽകിയ ഈ ഉറക്കിനെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന അമലാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. ഈ ഉറക്കിനെ സുഖകരമാക്കാൻ വേണ്ടിയാണ് നമ്മൾ മണിമാളികകൾ ആഡംബരമാക്കുന്നതും എയർ കണ്ടീഷൻ ആക്കി വെക്കുന്നതുമൊക്കെ. എന്തു തന്നെ നാം വീടുകളിൽ ചെയ്താലും അള്ളാഹു ഉറക്കം തന്നാലേ നമുക്ക് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ. അവൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഈ ഉറക്കമെന്ന് ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ വബ്തിഗാഉക്കും മിൻ ഫദ്ലിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാണ്, വമിൻ ആയാതിഹി, അവൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് മനാമുക്കും ബില്ലൈലി വന്നഹാർ, നിങ്ങളുടെ രാത്രിയിലും പകലിലുമുള്ള ഉറക്കം അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. വബ്തിഗാഉക്കും മിൻ ഫദ്ലിഹി, അതുപോലെ തന്നെ അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നതുമൊക്കെ അവൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ, തീർച്ചയായും അതിൽ കേട്ട് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. നമ്മുടെ ആയുസ്സിൻ്റെ ശരാശരി 1/3 ഭാഗം ഉറങ്ങിത്തീർക്കുന്നവരാണ് നമ്മൾ. ഇശാ നിസ്കാരം കഴിഞ്ഞ് നേരത്തെ ഉറങ്ങുകയും തഹജ്ജുദിന് എഴുന്നേൽക്കുകയും ചെയ്യണം നമ്മൾ. ചില ആളുകൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഉറങ്ങുന്നത് കാണാം. അത് പ്രവാചകർ വെറുത്ത കാര്യമാണ്. മഹാനായ അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളായിരുന്നു യക്റഹുൻ നൗമ ഖബ്ല ഇശാ, ഇശാഇന് മുമ്പ് ഉറങ്ങുന്നത് വെറുത്തവരായിരുന്നു. അതേപോലെ വല ഹദീസ ബഅദഹ, ഇശാഇന് ശേഷം വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആളുകളെയും അള്ളാഹുവിൻ്റെ പ്രവാചകർ വെറുത്തിട്ടുണ്ട് എന്ന് മഹാനായ അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു അമലാണ് വിത്ർ നിസ്കാരം എന്നുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔസാനി ഖലീലി, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ബിസലാസ്, 3 കാര്യങ്ങൾ കൊണ്ട് എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? സിയാമു സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ശഹർ, എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ വറകഅത്തയിൽ ളുഹ, 2 റക്അത്ത് ളുഹ നിസ്കരിക്കാൻ വേണ്ടിയും വ അൻ ഊത്തിറ ഖബല അൻ അനാമ, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിലുണ്ട്, ഒരു മനുഷ്യൻ്റെ അവസാന നിസ്കാരം വിത്ർ നിസ്കാരമാകണമെന്ന് ഹദീസുകളിൽ കാണാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വിത്ർ നിസ്കരിച്ചിരുന്നത് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിരുന്നു. എന്നാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഉറങ്ങുന്നതിന് മുമ്പ്
വിത്ർ നിസ്കരിച്ചിട്ടായിരുന്നു കിടക്കാറുണ്ടായിരുന്നത്. ഈ രണ്ട് പ്രവർത്തനവും അനുവദനീയമായ കാര്യമാണ്. ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾ തഹജ്ജുദിന് എഴുന്നേൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവന് ഉറങ്ങുന്നതിന് മുമ്പ് ഇരട്ട വിത്ർ നിസ്കരിക്കുകയും, അഥവാ അത് 2 ആകാം 4 ആകാം 6 ആകാം, അങ്ങനെ ഇരട്ട വിത്ർ നിസ്കരിക്കുകയും തഹജ്ജുദിന് എഴുന്നേറ്റാൽ ബാക്കിയുള്ള ഒറ്റ കൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്യൽ ഏറ്റവും നല്ല അമലാണ്. അഥവാ ഒരു മനുഷ്യൻ വിത്ർ നിസ്കാരം 3 റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ അവൻ ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കാരം 2 റക്അത്തും അവൻ തഹജ്ജുദിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1 റക്അത്തും നിസ്കരിക്കുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകർ പറഞ്ഞ രീതിയിൽ അതബോടെ ഉറങ്ങിയാൽ നമുക്ക് അത് ഇബാദത്താക്കി മാറ്റാൻ കഴിയുന്നതാണ്. നമുക്ക് വീടുകളിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് തീയൊക്കെ കെടുത്തി വാതിലൊക്കെ പൂട്ടി വേണം നമ്മൾ ഉറങ്ങാൻ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അഗ്ലിഖുൽ അബ്വാബ വദ്കുറുസ്മല്ലാഹ് ഫഇന്ന ശൈത്വാന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖ. അഗ്ലിഖുൽ അബ്വാബ, നിങ്ങൾ വാതിലടക്കണം. അതേപോലെ തന്നെ വദ്കുറുസ്മല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇസ്മിനെ നിങ്ങൾ പറയണം, അഥവാ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാകണം നിങ്ങൾ വാതിലടക്കേണ്ടത്. കാരണം ഫഇന്ന ശൈത്വാന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖ, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നാം വാതിലടച്ചു കഴിഞ്ഞാൽ ആ വാതിൽ ശൈത്വാനിന്, പിശാചിന് തുറക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് പൂർണ്ണമായി നാം വുളൂ ചെയ്യണം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദാ അതൈത മൽജഅക ഫതവല്ല വുളൂഅക ലിസ്സലാ സുമ്മ ഇൽതജി അലാ ശിഖ്ഖികൽ അയ്മൻ. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇദാ അതൈത മൽജഅക, നിങ്ങൾ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഫതവല്ല വുളൂഅക ലിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി എങ്ങനെയാണോ നിങ്ങൾ വുളൂ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ വുളൂ ചെയ്യണം. സുമ്മ ഇൽതജി അലാ ശിഖ്ഖികൽ അയ്മൻ, എന്നിട്ട് നിങ്ങൾ വലതു ഭാഗത്തിൻ്റെ മേൽ കിടക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് സംശയമുണ്ടാകാം, ഭാര്യയെ തൊട്ടാൽ വുളൂ മുറിയില്ലേ? മുറിയും, പക്ഷേ രാവിലെ വരെ വുളൂ എടുത്തതിൻ്റെ കൂലി നമുക്ക് ലഭിക്കുന്നതാണ്. കിടക്കുന്നതിന് മുമ്പ് ബെഡ്ഷീറ്റൊക്കെ കൊട്ടിപ്പിരിക്കണം, അറ്റ്ലീസ്റ്റ് തലയണയെങ്കിലും ഒന്ന് പൊക്കി വെക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇദാ ആവാ അഹദുക്കും ഇലാ ഫിറാശിഹി, നിങ്ങൾ നിങ്ങളുടെ വിരിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഫല്യൻഫിദ് ഫിറാശഹു ബിദാഖിലത്തി ഇസാരിഹി, അവരുടെ വിരിപ്പുകളെ തട്ടിക്കൊള്ളട്ടെ, ബിദാഖിലത്തി ഇസാരിഹി, അവൻ്റെ കോന്തല കൊണ്ടാണെങ്കിലും ശരി, ഫഇന്നഹു, കാരണം ലാ യദ്രി മാ ഖൽഫഹു അലൈഹി, അതിൻ്റെ പിറകിലുള്ള, അതിൻ്റെ അടിയിലുള്ളത് എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ. മറ്റൊരു റിവായത്തിലുണ്ട്, ഫല്യുസമ്മില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ പേര് പറയണം ആ കുട്ടി പിരിയുമ്പോൾ. കാരണം ഫഇന്നഹു ലാ യഅലമു മാ ഖൽഫഹു ബഅദഹു, അവന് കൊട്ടിപ്പിരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പേര് പറയലിനോടുകൂടെ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കുന്നതാണ്. ഉറങ്ങാൻ പോകുമ്പോൾ നാം ഖുർആൻ ഓതണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു, ഇദാ ആവാ ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി സുമ്മ നഫസ ഫീഹിമാ ഫഖറഅ ഫീഹിമാ ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് 2 കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അതിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതിയിട്ട് ആ കയ്യിൽ ഊതിയതിന് ശേഷം സുമ്മ യംസഹു ബിഹിമാ മസ്തതഅ മിൻ ജസദിഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിലൊക്കെ എവിടെയൊക്കെ തടവാൻ കഴിയുന്നുവോ അവിടെയൊക്കെ അതുമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ തടവുമായിരുന്നു. യഫ്അലു ദാലിക 3 മറാത്ത്, ഇത് 3 പ്രാവശ്യം ചെയ്യാറുണ്ട് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ എഴുന്നേൽക്കണം. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു, ഇദാ അറാദ അയ്യനാമ, ഉറങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഖാല, പറയുമായിരുന്നു, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹിയ എന്ന് പറയുമായിരുന്നു. വൈദസ്തൈഖള, എഴുന്നേറ്റ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദി അഹിയാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ എന്നും പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മര്യാദയോടുകൂടെ തന്നെ ഉറങ്ങിയാൽ ആ ഉറക്കം ഇബാദത്താക്കി അള്ളാഹു പരിഗണിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉറക്കമൊക്കെ
അള്ളാഹു ഇബാദത്താക്കി അള്ളാഹു പരിഗണിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ഒരു ലോകത്ത് നന്മകൾ ചെയ്ത് സ്വർഗം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.